ട്രാവൽ കാറ്റഗറിയിൽ വരുന്ന ഒരു co-branded ക്രെഡിറ്റ് കാർഡാണ് സ്കാപ്പിയ. സ്കാപ്പിയ ആദ്യം ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടായിരുന്നു co-branded ക്രെഡിറ്റ് കാർഡുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ചേർന്നുകൊണ്ടും co-branded ക്രെഡിറ്റ് കാർഡുകൾ സ്കാപ്പിയ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഈ ഒരു സ്കാപ്പിയ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർക്കും ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡിൻ്റെ അവസ്ഥ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം കാർഡിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ ഈ ഒരു സ്കാപ്പിയ co-branded ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ കാർഡാണ്. 0 ജോയിനിങ് ഫീസ്, 0 ആനുവൽ ഫീസാണ് വരുന്നത്. ഇനി ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഫീച്ചർ 0 ചാർജ് ആണ്. വിദേശത്തേക്ക് സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നവർ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നോർമൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST നമ്മൾ അധികമായിട്ട് 4x ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ വിദേശത്ത് പോവുകയാണ്, നമ്മൾ വിദേശ വെബ്സൈറ്റുകളിൽ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST നമ്മൾ 4x ചാർജായിട്ട് കൊടുക്കണം. സോ ഇതൊരു അഡീഷണൽ എക്സ്ട്രാ ആയിട്ട് നൽകേണ്ടി വരുന്ന ഒരു ചാർജാണ്. സോ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നവർ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വിദേശ വെബ്സൈറ്റുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ട്രാവൽ എക്സ്പെൻസിലൊക്കെ ഓരോ ട്രാൻസാക്ഷനിലും ഈ ഒരു 4x ചാർജ് കൊടുക്കേണ്ടി വരുന്നതിനാൽ നല്ലൊരു എമൗണ്ട് അതിലൂടെ നമുക്ക് നഷ്ടമാകും. സോ ഈ ഒരു സ്കാപ്പിയ കാർഡിലേക്ക് വരുന്ന സമയത്ത് 4x ചാർജാണ് വരുന്നത്. നമുക്ക് എത്ര രൂപയുടെ പേയ്മെൻ്റ് ആണോ ചെയ്യേണ്ടത് ആ ഒരു സെയിം എമൗണ്ട് മാത്രമേ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ. 4x ചാർജ് ഈ ഒരു കാർഡിൽ 0 ആണ്. ഇനി ഒരു കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാപ്പിയ കോയിൻസ് ആണ് ലഭിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 10% സ്കാപ്പിയ കോയിൻസ് ലഭിക്കും. ഈ ഒരു സ്കാപ്പിയ കോയിൻസിൻ്റെ വാലിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ 5 സ്കാപ്പിയ കോയിൻ എന്ന് പറയുന്നത് ₹1 ഇക്വലൻ്റ് ആണ്. സോ നമ്മൾ എലിജിബിൾ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും 10% സ്കാപ്പിയ കോയിൻ ലഭിക്കും. ഉദാഹരണമായിട്ട് ഒരു ₹100 സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10% സ്കാപ്പിയ കോയിൻ ലഭിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ 10 കോയിനാണ് കിട്ടുന്നത്. 10 കോയിൻ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു ₹2. സോ 2% വാല്യൂ ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്കാപ്പിയ ആപ്പ് ഉപയോഗിച്ച് ട്രാവൽ ബുക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റേസ് ബുക്ക് ചെയ്യാം, പിന്നെ വിസാസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, പിന്നെ എക്സ്പീരിയൻസുകൾ ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യാം. ഇങ്ങനെ ഒരു സ്കാപ്പിയ ആപ്പ് വഴി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യുമ്പോൾ നമുക്ക് 20% സ്കാപ്പിയ കോയിൻസ് ലഭിക്കും. ഉദാഹരണമായിട്ട് ₹100 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 20% സ്കാപ്പിയ കോയിൻ ലഭിക്കും, ഇക്വലൻ്റ് ടു 20 സ്കാപ്പിയ കോയിൻസ്. 5 സ്കാപ്പിയ കോയിൻ എന്ന് പറയുന്നത് ₹1 ഇക്വലൻ്റ് ആണ്. സോ 20 കോയിൻ എന്ന് പറയുന്നത് ₹4 ഇക്വലൻ്റ് ആണ്. സോ നമുക്ക് അവിടെ 4% വാല്യൂ ബാക്ക് ആണ് കിട്ടുന്നത്. നോർമലി ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് വിസ നെറ്റ്വർക്കിലാണ്. കാരണം ഇന്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വിസ നെറ്റ്വർക്ക് തന്നെ വേണം. സോ വിസ നെറ്റ്വർക്കിലാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് മർച്ചന്റ് QR കോഡ് സ്കാൻ ചെയ്ത് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ടൊരു റുപ്പേ വേരിയൻ്റ് കാർഡ് കൂടി കോംപ്ലിമെൻ്ററി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ₹500 മുകളിലുള്ള മർച്ചന്റ് UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 5% സ്കാപ്പിയ കോയിൻ ലഭിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ₹500 നിങ്ങൾ മർച്ചന്റ് QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യുമ്പോൾ അതിന് 5% 25 സ്കാപ്പിയ കോയിൻസ് ആണ് കിട്ടുന്നത്, ഇക്വലൻ്റ് ടു ₹5. ഇങ്ങനെ കിട്ടുന്ന സ്കാപ്പിയ കോയിൻസ് നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ആപ്പ് കറൻസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ആപ്പ് വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ വിസ എടുക്കാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എക്സ്പീരിയൻസുകൾ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ട്രാവൽ ബുക്കിങ്ങുകൾക്കായിട്ട് ഈ ഒരു സ്കാപ്പിയ കോയിൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബുക്കിംഗ് എമൗണ്ട് എത്രയാണോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോയിൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ബുക്കിംഗ് എമൗണ്ടും നമ്മുടെ കോയിൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എൻ ചെയ്യാൻ സാധിക്കുന്ന സ്കാപ്പിയ കോയിൻസിന് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ വരുന്നില്ല. സ്കാപ്പിയ കോയിൻസിൻ്റെ വാലിഡിറ്റി വരുന്നത് 3 വർഷമാണ്. ഇനി സ്കാപ്പിയ കോയിൻസ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ പേയ്മെൻറ്റ് ആണെങ്കിൽ ₹20 താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് സ്കാപ്പിയ കോയിൻസ് കിട്ടുകയില്ല. ഇനി റുപ്പേ വേരിയൻ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ ₹500 താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് റിവാർഡ് കിട്ടുകയില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകൾക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയില്ല. ATM ക്യാഷ് വിഡ്രോവൽ, ഇ-വാലറ്റ് ലോഡിംഗ്, EMIs, ഫ്യൂൽ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ റെൻറ്റ് പേയ്മെൻറ്റ്, ഫോറക്സ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഫീസ് പേയ്മെൻറ്റ്, ഗവൺമെൻറ് ആൻഡ് ബിസിനസ് പേയ്മെൻറ്റ്, ക്രിപ്റ്റോ റിലേറ്റഡ് ട്രാൻസാക്ഷൻ, ഗിഫ്റ്റ് കാർഡ് പർച്ചേസ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്,
യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് എന്നീ കാറ്റഗറികളിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. പിന്നെ ഒരു സ്കേപ്പിയ കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് എയർപോർട്ട് പ്രിവിലേജസ് ആൻഡ് ലോഞ്ച് ആക്സസ്. ഒന്നാമതൊരു ബെനിഫിറ്റ് നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് വരുന്നത്. 30-ലധികം വരുന്ന എയർപോർട്ടുകളിലെ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മൾ ഒരു മാസം 20,000 രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. നമ്മളുടെ നോർമൽ വിസ വേരിയൻറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ റുപ്പേ വേരിയൻറ്റ് കാർഡ് ഉപയോഗിച്ചോ അത് കമ്പൈൻ ആയിട്ടോ നമ്മൾ 20,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് അൺലോക്ക് ആയി കിട്ടും. പിന്നെ എയർപോർട്ടിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രിവിലേജ് ആണ് 100-ലധികം വരുന്ന ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈനിങ് അല്ലെങ്കിൽ സ്പാ സർവീസസിനൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയം നമുക്ക് അപ് ടു 1000 രൂപ വരെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും. ഈ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻ നമ്മൾ ഒരു മാസം 20,000 രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു സ്കേപ്പിയ ആപ്പ് ഉപയോഗിച്ച് 50,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ വരുന്ന ഇന്റർനാഷണൽ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടെർമിനൽസിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഡൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു 2,000 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള റിവാർഡ്സ് ലഭിക്കും. ഈ ഒരു സ്കേപ്പിയ കാർഡ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി